عليكم ورحمة الله وبركاته. عيدكم مبارك، تقبل الله منا ومنكم وكل عام وأنتم بخير. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وآل كل الصحابة الفائزين. أما بعد. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈദുൽ ഫിത്ർ ചെറിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും അറിയിക്കുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടുള്ളൂ പുണ്യം നിറഞ്ഞ് റഹ്മത്ത്, മഗ്ഫിറത്ത്, ഇഅ്തിഖ് അടക്കമുള്ള എല്ലാ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ് പരിശുദ്ധമായ റമദാൻ ഫുള്ളായിട്ട് നോമ്പ് പിടിക്കോ, തറാവീഹ് നിസ്കാരം നിസ്കരിക്കുകയും സൗഭാഗ്യം കിട്ടി ഒരു സന്തോഷത്തിലും ആ പരിശുദ്ധ നിങ്ങൾ ഞങ്ങളിൽ നിന്നൊക്കെ വിട്ടുതിരിഞ്ഞു പോയ ഒരു ദുഃഖവേളയിലാണ് ഞങ്ങളുള്ളത്. പെരുന്നാളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പെരുന്നാൾ നമുക്ക് തന്റെ വലിയ സന്ദേശം, പിരിസപ്പാട്, പരസ്പരം പിരിസാക്കടെ, ബന്ധങ്ങൾ യാറാക്കടെ, ചങ്ങായിമാരെ ബന്ധപ്പെട്ട്, കുടുംബത്തങ്ങളെ ബന്ധപ്പെട്ട് സഹപാഠികൾ ജീവിക്കടെ, പരസ്പരം സഹായിച്ച് ജീവിക്കടെ, ഇതുപോലത്തെ സന്ദേശങ്ങളിലായിരിക്കടെ പരിശുദ്ധ പെരുന്നാൾ നമുക്ക് പരിപാടികളുള്ളത്. മുഅ്മിനീങ്ങളെ പരസ്പരം പിരിസാക്കടെ ചൊല്ലത് ഇസ്ലാം ദീൻ പരിപാടി ഒരു ആരാധനാ കർമ്മമായിരിക്കും, ഇബാദത്തായിരിക്കും. പിരിസാക്കടെ ബാലങ്ങൾക്ക് നല്ല പിരിസത്തിൽ ജീവിക്കടെ, അത് ഇസ്ലാം ദീൻ പരിപാടിയുടെ ആരാധനാ കർമ്മ ഇബാദത്തായിരിക്കും. ഈമാൻ അല്ലാഹു നമുക്ക് തന്നിരിക്കത്തെ വലിയ നിയമത്തായ ഈമാന്റെ ഭാഗവുമാണ് പിരിസാക്കടെ. എല്ലാവരും പിരിസാക്കണം. പെരുന്നാൾ നമുക്ക് തന്റെ സന്ദേശ പിരിസാക്കരുതായെങ്കിൽ ഇസ്ലാം ദീൻ വെറും ഒരു നാള് പെരുന്നാളുക മാത്രം പിരിസ സീമിതാവാണ്ട് ജീവനദുദ്ധക്കോ വർഷപൂർത്തി എല്ലാവരെയും പിരിസാക്കുന്നൊരു പരിപാടി പരിശുദ്ധ ദീനാണ് ഇസ്ലാം ദീൻ. മാത്രമല്ല, മുഅ്മിനീങ്ങളായ ആൾമാരെ പിരിസാക്കേണ്ടതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ആഖിറത്തിൽ കിട്ടിയ, ആഖിറത്തിൽ കണ്ട നേട്ടങ്ങൾ, ആഖിറത്തിൽ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഉപകാരങ്ങൾ വലിയ വലിയ ഉപകാരങ്ങളും വലിയ വലിയ നേട്ടങ്ങളായിരിക്കും. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിരിസാക്കിയെങ്കിൽ ആഖിറത്തിൽ കിട്ടിയ സ്ഥാനങ്ങളെ വിവരിക്കുന്ന ശൈലി നോക്കണം. ഇന്ന ഹൗലൽ അർശി മനാബിറ മിൻ നൂർ. അല്ലാഹുവിന്റെ അർശിയുടെ ചുറ്റുഭാഗത്തില്, അല്ലാഹുവിന്റെ അർശിയുടെ ചുറ്റുഭാഗത്തില് പ്രകാശത്താലുള്ള മിമ്പറുകൾ, സ്റ്റേജുകൾ കെട്ടിവെച്ചിട്ടുണ്ട്. പ്രകാശത്താലുള്ള സ്റ്റേജുകളാണ്. അതിനുമേലിക്കിടെ ആൾമാർ അങ്ങും പ്രകാശത്തിൽ മുങ്ങിട്ടിക്കിടാറ്. അങ്ങനെ ഡ്രസ്സ് പ്രകാശമായിരിക്കണേ, അങ്ങനെ മുഖം വെളിച്ചായിരിക്കണേ. പക്ഷേ ഈ നിലക്ക്, പ്രകാശമയമായ നിലക്ക് സ്റ്റേജ് കൊടുത്തിട്ട് അല്ലാഹു ബഹുമാനിക്കരുത്. ഞങ്ങൾ പേരിക്കുവാറ് അത് വലിയ പ്രവാചകന്മാരായിരിക്കുവാർ സ്റ്റേജിൽ പത്ത് പാടിയിട്ട് ആഖിറത്തിൽ ബഹുമാനിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ശുഹദ ആയിരിക്കുവാർ. ആ സംശയത്തെ പസ്തിക റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു, ഇത്രയും വലിയ സ്ഥാനത്ത് എത്തരുത് അമ്പിയാക്കള, ശുഹദാക്കള ആരും അല്ല. പക്ഷേ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആശപ്പെട്ടത് അമ്പിയാക്കളും ശുഹദാക്കളായിരിക്കണം.
ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കിട്ടിയ ഈ സ്ഥാനത്തെ നോക്കിയിട്ട് കൊതിക്കിടുക അമ്പിയാക്കളും സുഹദാക്കളായിരിക്കടാറ്. അപ്പൊ പിന്നാലെ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തെ കേൾക്കടാറ്, ഈ വലിയ സ്ഥാനത്തേക്ക് എത്ര ആരും വിവരിച്ചു തരുള്ളൂ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുമുൽ മുതഹാബൂന ഫില്ലാഹ് അങ്ങാറുണ്ട് കൊണ്ടുണ്ട അല്ലാഹുവിന്റെ വിഷയത്തിൽ പരസ്പര പിർസാക്കി ജീവിക്കുന്ന ആൾമാർ, പിർസപ്പാടിൽ ജീവിക്കുന്ന ആൾമാർ, എല്ലാവരും പരസ്പര പിർസാക്കി ജീവിക്കുന്ന ആൾമാർ, വൽ മുതജാലിസൂന ഫില്ലാഹ് അല്ലാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം ഒട്ടുകൂടി ദയിക്കുന്ന ആൾമാർ, റബ്ബിടെ ഓർത്തിട്ട് ഒട്ടുകൂടി ദയിക്കുന്ന ആൾമാർ, വൽ മുതസാവിറൂന ഫില്ലാഹ് അല്ലാഹുവിടെ ഓർത്തിട്ടോ പരസ്പരം സന്ദർശിക്കുന്ന ആൾമാർ, അപ്പറ പോയിട്ട് ഭേട്ടി കൊടുക്കുന്ന ആൾമാർ, ആരെ ഓർത്തിട്ടോ? റബ്ബിടെ ഓർത്തിട്ടോ, അല്ലാഹുവിടെ ഓർത്തിട്ടോ പിർസാക്കിട്ട് പരസ്പരം ഒട്ടുകൂടിയിട്ട് പരസ്പരം സന്ദർശനാക്കിയ ആൾമാർക്ക് അല്ലാഹുവിന്റെ ഉന്നതമായ സ്ഥാനമാണ് ലഭിച്ചത്. അല്ലാഹുവിന്റെ ദീൻ ഇബാദത്തായിട്ട് പടിപാക്കിയ ഒരു കർമ്മമാണ് പെരുന്നാൾ പ്രാക്ടിക്കലിനാക്കിയിട്ട് ജീവനതുക്കും ആക്കണമെന്ന് പടിപാട്ടിയുള്ളത്. എല്ലാവർക്കും നന്മാക്കും ഇസ്ലാം ദീൻ തന്നുകൊണ്ടുണ്ട്. എല്ലാവർക്കും നല്ല നന്മാക്കണം, ഒളിത്താക്കണം, ഉപകാരാക്കണം. ആ കൂട്ടത്തിൽ ഒരു റായ ചൊല്ലുമ്പോ ആ റായത്തെ സർവരെയും പിർസാക്കി ജീവിക്കുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ ഒരു ജാഗിൽ ചൊല്ലു, വൽജാരിദിൽ ഖുർബ കുടുംബത്തങ്ങളായ അയൽവാസികൾ നിരക്കരുടെ ആൾമാർക്ക് നിങ്ങൾ നന്മാക്കണോ. വൽജാരിൽ ജുനുബ് കുടുംബങ്ങളല്ല, കുടുംബ ബന്ധങ്ങളില്ല എന്നെങ്കും അങ്ങനത്തെ നിരക്കരണങ്ങളെയും നിങ്ങൾക്ക് ഒളിത്താക്കണോ, ഇഹ്സാനാക്കണോ, നന്മ ചെയ്യണോ. പരിശുദ്ധ ഖുർആൻ പരിപാടികളുണ്ട്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളില്ലെന്ന, നിങ്ങളുടെ ഒരു നിലക്കുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഇല്ല എന്നെങ്കും നിങ്ങൾക്ക് ഒളിത്താക്കണോ. നിരക്കര ചൊല്ലുമ്പോ ആ നിരക്കര കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒളിത്താക്കുന്ന നിരക്കര മുട്ടത്തെ ഊത്തങ്ങ, അപ്പുറത്തെ ഊത്തങ്ങ, ഓക്കെ അങ്ങതിൽ പെട്ടാറ് മുട്ടത്തെ ഊത്തങ്ങ യാതൊരു മഹത്വം. പക്ഷേ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒർക്ക സ്വഹാബികളൊട്ടിಗೆ ഒരു പള്ളിയുടെ ബായിൽ വിളിച്ചു ചൊല്ലു, ഇന്ന 40 ദാറൻ സാർ, 40 അവ അത് നിന്റെ അയൽവാസിയാണ്, നിരക്കരായിട്ടിക്കട്. എന്നിട്ടും റസൂലുള്ളാഹി തങ്ങ നിങ്ങളുടെ സ്വഹാബി പടിപാട് വിവിധ പടിപാടി ആശയങ്ങൾ വലത്തെ ഭാഗ, ഇടത്ത ഭാഗ, എതിർ ഭാഗ, പെരവ് ഭാഗ, ഇങ്ങനെ 4 സുത്തുവരിത ഭാഗത്തുള്ള 40 ഔത്തങ്ങ, ഓരോരോ ഭാഗത്തുള്ള 40 ഔത്തങ്ങ അത് നിങ്ങളെ നിരക്കരൽ പെട്ടാറപ്പുറം 160 അവ ഏകദേശം ചൊല്ലേണ്ടായെങ്കിൽ. അപ്പൊ ചുരുക്കി ചൊല്ലെങ്കിൽ ഒരു റായമേ നിരക്കരായി ഇസ്ലാം ദീൻ കണ്ടുകൊണ്ടുണ്ടോ. റായത്തെ ആൾമാരെ പരസ്പര പിസാക്കിട്ട് അങ്ക് ഒളിത്തുകളും നന്മകളും ചെയ്തു ജീവിക്കണോ. ഒർക്ക റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലോ, ഒരു റായത്തങ്ങ അയൽവാസിങ്ങ നിരക്കരടെ എത്ര പിരിസാക്കണോണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചൊന്തോണ്ട് കൊണ്ടുണ്ടാ യൂസീനീ യൂസീനീ. ജിബ്രീൽ അലൈഹിസ്സലാം നണ്ടൊಟ್ಟಿಗೆ ನೆರೆಕರಡಗಳ ಪಿರ್ಸಾಕೋ ವಸಿಯತ್ತಾಗಿದ್ದು ಯೌರ್ತೋಲ್ ಹತ್ತಾವನಂತೋ ಅನ್ನಹು ಸಯುವರಿದುಹು. പിർസാക്കിട്ട് ലാസ്റ്റില് ನೆರೆಕರಡಕ್ಕೆ അനന്തര സ്വത്ത് വരെ കൊടുക്കുന്ന സ്ഥിതി വരുവാണ്ട് വരെ ഞാൻ വിചാരിച്ചാൽ നിരക്കരടക്ക് അനന്തര സ്വത്ത് കൊടുക്കില്ല, മരിച്ചന് സ്വത്തങ്ങൾക്ക് നമുക്ക് കൊടുക്കില്ല ഓതി. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം ആ റായത്തെ ആൾമാർക്ക് നിങ്ങൾ അനന്തര സ്വത്ത് വരെ കൊടുക്കുക സ്ഥിതിക്ക് എത്തിരാണ്ട് വരെ നാം വിചാരിച്ചു പോയ അത്രയും നിരക്കരണങ്ങളെ റായത്തുകളെ പിർസാക്കോ ജിബ്രീൽ അലൈഹിസ്സലാം നല്ലൊട്ടിಗೆ ചൊന്തോ. സഹോദരങ്ങളെ, റായ ചൊല്ലുമ്പോൾ ഏതൊരു മനുഷ്യന്മാർക്കും അങ്ങനെ റായ ಬೆಳೆಯಲು ആഗ്രഹമുണ്ട്. റായ കീഴാവണോ, റായത്തെ കീഴാക്കണോ, റായത്തങ്ങളെ കീഴാക്കണോ ആരും ಬಯಸಿಲ್ಲ. എല്ലാവരുടെ ബയക്കെ എല്ലാവരുടെ ഇഷ്ടമായിരിക്കുന്നത് റായ ಬೆಳೆಯണോ, റായത്തെ കൃഷി ಬೆಳೆಯണോ, റായത്തിൽ ബറക്കത്ത് നിറയണോ, റായത്തിനെ സ്വത്തുലിക്കണോ, റായത്തിൽ ബിസിനസ് വളരണോ, റായത്തിൽ എഡ്യൂക്കേഷൻ വളരണോ. എല്ലാവരും
ആഗ്രഹമായിരിക്കും. പക്ഷെ ആ ആഗ്രഹം സഫലീകരിച്ചുണ്ടായെങ്കിൽ, ഒരു റായ ബറകത്താവുന്നുണ്ടായെങ്കിൽ, ഒരു റായത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നുണ്ടായെങ്കിൽ, ഒരു റായ പെടയുന്നുണ്ടായെങ്കിൽ, ചൊമ്മ പൈസ ഉള്ളത് കൊണ്ടായില്ല, ചൊമ്മ കൃഷി ഉള്ളത് കൊണ്ടായില്ല, ചൊമ്മ ലൗകിക വിദ്യാഭ്യാസം പഠിച്ചത് കൊണ്ടായില്ല. അല്ലാഹു തആല ഖുർആനിൽ ചൊല്ലുന്നുണ്ട്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ, ഒരു റായത്തെ ആൾമാർ സത്യവിശ്വസിക്കുകയും ഈമാൻ ഉൾക്കൊള്ളുകയും വത്തഖൗ, തഖ്വയാ ജീവിക്കുകയും എന്നിട്ട് അല്ലാഹുവെ പേടിച്ചിട്ട് ദോഷങ്ങൾ വിട്ടിട്ടോ, അല്ലാഹുവെ പേടിച്ചിട്ട് ദോഷങ്ങൾ വിട്ടിട്ട് ഈമാനോടുകൂടെ അല്ലാഹുവെ പേടിയോടുകൂടെ റായത്തിനെ ജീവിച്ചെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ്സമാ, അങ്ങനെ മേലെ നമ്മൾ തുറന്നു കൊടുക്കണ ബറകാതിൻ മിനസ്സമാ, ആകാശത്തെ ബറക്കത്തുകൾ, വൽ അർളി, ഭൂമിയുടെ ബറക്കത്തുകൾ. മല പറഞ്ഞ ആകാശത്തിൽ നിയമത്ത് ചൊരിയണ, ഭൂമി സമൃദ്ധിയാവണ, ഞങ്ങളതായത്തിൽ കൃഷി വിളയണ, ഞങ്ങളതായത്തിൽ ബിസിനസ് വിളയണ. അല്ലാഹു ചെന്ന കണ്ടീഷൻ ഈമാൻ കെട്ടിയാവണോ, തഖ്വ കെട്ടിയാവണോ. ഇല്ലായിട്ട് ഒരു റായ ബറക്കത്താവില്ല, കൂടെയാണ് ആചരണ പോകുന്നത്. സുന്നത്തെ മുസ്ലിം റായത്തെ നേതാക്കന്മാർ കിട്ടിയ ചൊല്ല വിഷയമായിട്ട് ഉസ്താദേ, റായത്തെ ബാലക്കാരെ നോക്കുമ്പോൾ ബാലക്കാരാവില്ല, 10-12 വർഷം കഴിഞ്ഞിട്ടും ചെറിയൊരു ബുദ്ധിരസ്ഥിതിക്കെത്തിയാവും. പിന്നെ പിടുത്തത്തിൽ കിട്ടില്ല, ആൾമാർ പിടുത്തത്തിലില്ല. പല നിലക്കുള്ള ദുസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ ചൊമ്മ ബേജാറകരമായ വിഷയം. ഇന്ന് ഏറ്റവും വലിയ തലക്കുത്തായിട്ട് ഗവൺമെന്റിനും സമാജത്തിനും മുസ്ലിം നേതാക്കളും എല്ലാവർക്കും ഉള്ള വിഷയം ഗാഞ്ചയും പല പേരുകൾ, ആ ഗാഞ്ചത്തിന് സമാനമായ വസ്തുക്കൾ അതിക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള ഗൂഢകാവാത്ത സ്ഥിതി. അതിനെ തുടർന്നിട്ട് പാലക്കാട് റൗഡി സംഘപോയുള്ള ഇനൊരു നിലക്ക് ബിദ്അത്ത് കക്ഷികൾ വളർന്നുകൊണ്ടുള്ള നൂതനാശയം. ഇനൊരു നിലക്ക് അല്ലാഹുവേ ഇല്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികൾ ക്യാമ്പസുകൾ ലക്ഷ്യം വെച്ചിട്ട് നിങ്ങളെ പാലക്കാരെ തലതിരിച്ചുകൊണ്ടുള്ള പൈസ എങ്ങനെയാക്കിങ്ങുവോ ടീസിക്ക് പൈസ പറഞ്ഞു സുലാഭത്തെ തരുവാണോ, നൈക്കോ പോയിട്ട് കഷ്ടപ്പെന്നിട്ട് ജാവത്തോട് അധ്വാനിച്ചിട്ടുള്ള പൈസ അല്ല, സുലാഭത്തിൽ കിട്ടണം. അത് ആരെല്ലാം അപ്പിടാക്കിട്ട് പോവും, എന്തെങ്കിലും ഗെയിം കളിച്ചിട്ട് പോവും, എന്തെങ്കിലും നെറ്റ്വർക്ക് ബിസിനസ് ആവും, എങ്ങനെയാവും പൈസ ഒന്നും ആവണമെന്ന് சொல்லிட்டு സുലാഭത്തിന് പൈസ അവിടെ തെരുവുപുറത്തുള്ള പാലക്കാർ ബലിയായുള്ള മുസ്ലിം പെണ്ണുങ്ങൾ ആണുങ്ങളുമായുള്ള ബന്ധങ്ങളും പ്രത്യേകിച്ച് അമുസ്ലിമീങ്ങളായ ബന്ധങ്ങളെ കൊണ്ട് ഓരോ ടൈമിലും വാട്സപ്പിലും മറ്റും നമുക്ക് പണ്ട് ന്യൂസുകൾ അന്യ മതസ്ഥരൊട്ടിಗೆ പോയാറ് ചുരുക്കി ചെന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ റായ ദീനി ചുറ്റുപാട് റായാക്കോ വേണ്ടി ശ്രമിക്കണം. ഈ ഒരു സിറ്റുവേഷൻ പല മുസ്ലിം റായത്തിൽ വന്നിട്ടുണ്ടായെങ്കിൽ മുഅ്മിനീങ്ങളെ ഞങ്ങളുടെ റായ ഉണ്ടാവുക, അത് ഞങ്ങൾക്ക് വലിയ ആപത്തുക്ക് കാരണമാണ്. റായത്തെ ബാലകാർത്തിമാർ റായത്തിൽ ഈ നിലക്കുള്ള അനാചാരങ്ങൾ വിളയിടുന്നത് ഒരു റായത്തെ ബറക്കത്തില്ലാതാക്കേണ്ട പരിശുദ്ധ ഖുർആൻ ചൊല്ലു. ബറക്കത്ത് കിട്ടും എന്നുള്ള വേണുണ്ട് വെടിമാറ്റി അതേ ഖുർആൻ ഒരു റായത്തെ മക്ക കേന്ദ്രീകരിച്ചുള്ള റായത്തെ ഉദാഹരണമാക്കി തന്നുകൊണ്ടുള്ളൂ. ഒരു റായത്തെ അല്ലാഹു ഉദാഹരണമാക്കി തന്നുകൊണ്ടുള്ളൂ. കാനത്ത് ആമിനതൻ, ആ റായ നല്ല പേടിയില്ലാത്ത റായമാണ്. മുത്തുമഇന്ന, നല്ല ശാന്തിയുള്ള റായായിട്ടുണ്ട്. പേടിയില്ല, സൗഹാർദ്ദമായ ഉത്സപ്പാട്ട റായ. ഉദാഹരണം ഞങ്ങളുടെ റായങ്ങൾ ആ സമാധാനവും നിമ്മതിയിലും ബറക്കത്തും നിലനിൽക്കണം. ഖുർആനുകളുടെ സ്വന്തം ഉദാഹരണം കാണിട്ട് ആ റായത്തിൽ അല്ലാഹു ബേനായത്തെ റിസ്ക് ചൊരിച്ചു കൊടുത്തോണ്ടിരുന്നത്. റായത്ത് കൃഷിയിൽ ബറക്കത്ത് ഇൻകുല്ലി മക്കാൻ, അങ്ങനെ എല്ലാ ജാഗയിലും സമുദ്രത്തിലും നിലത്തിലും ജലത്തിലും കൃഷിയിലും അങ്ങാടിയിലും ബിസിനസ്സിലും എല്ലാ ഭാഗത്തിലും ബറക്കത്ത് കൊണ്ട് നിറച്ച റായുണ്ട്. പക്ഷേ ഇത്രയും നിയമത്തുകളും നെമ്മതിയും സമാധാനം കിട്ടിയ ആ റായത്തെ ആത്മാർ എന്താക്കിയാറും അല്ലാഹുവിന്റെ നിഅമത്തിനെ
നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു തന്നെ ആഹാരങ്ങളും പൈസകളും നിയമത്തുകളും ഉപയോഗിച്ചിട്ട് തഫ്സീറിൽ ചൊല്ലി ദോഷങ്ങളെ പർവ്വത്തിലും തമ്മാടിത്തരങ്ങളെ പർവ്വത്തിലും ബെടക്കടെ പർവ്വത്തിലും പോയാൽ എന്തിനാ അള്ളാഹു ആക്കിയിട്ട് അള്ളാഹു താല കൊടുത്തത് ലിബാസൽ പസിപ്പ് കൊടുത്തു, ഹസിവ് കൊടുത്തു, ആ റായത്തിൽ ദാരിദ്ര്യം കൊടുത്തു, പേടികളാണ്. അങ്ങ് ആക്രമിക്കാറ്, ഇങ്ങ് ആക്രമിക്കാറ്, ഗവൺമെന്റ് ആക്രമിക്കല്, ഇങ്ങനെ പേടിയോടുകൂടെ ജീവിക്കല്, പസിയോടുകൂടെ ജീവിക്കല്, ദാരിദ്ര്യത്തോടുകൂടെ ജീവിക്കല് സ്ഥിതിക്കാറായിട്ട് എന്തുകൊണ്ട് ഖുർആനിലുണ്ട് അങ്ങ് ആക്കിയ ചില തമ്മാടിത്തരങ്ങളാണ്, അങ്ങാക്കിയ ചില ദോഷങ്ങളാണ്, അങ്ങാക്കിയ ബെടക്കത്തരങ്ങളാണ്. ആയതുകൊണ്ട് മുഅ്മിനീങ്ങളെ മനസ്സിലാക്കോളൂ, പ്രായത്തിൽ നെമ്മതിയുണ്ടോ ബറക്കത്തുണ്ടോ കൊസിയുണ്ടോ ചെന്നിട്ടോ ഒരിക്കലും അല്ലാഹുവിനെ മറന്നിട്ട് അഹങ്കരിച്ചിട്ട് ബെടക്കടെ പ്രവൃത്തിലും ഹറാമിന്റെ പ്രവൃത്തിലും റബ്ബ് വിരോധിച്ച ഗാഞ്ചത്തെ പ്രവൃത്തിലും ഗെയിമിന്റെ പ്രവൃത്തിലും അതുപോലെ അന്യ പെണ്ണുങ്ങളുമായ ബന്ധങ്ങളും യൂട്യൂബിലുള്ള മ്യൂസിക് പട്ടികളും പിക്ചറിന്റെ പ്രവൃത്തിലും ഒരിക്കലും പോയിട്ട് ഞങ്ങളെ റായത്തെ ബറക്കത്ത് ഇല്ലാണ്ടാക്കണ്ട. ഉദാഹരിച്ചിരുന്നു ഞങ്ങളെ കമ്മിറ്റിനാ പണത്തിൽ വന്നിട്ടുള്ളത് സഹകരിപ്പിച്ചുള്ളതാണ്. അവ അമീന അബുൽപുറ റായത്തന നല്ല ധൈര്യത്തിൽ ജീവിക്കടാറാ ഏവത്യവും ബോസുന ഞങ്ങളെ അതാവും ബണ്ട് വിഷയ ബണ്ടില്ല ചെന്നിട്ട് ധൈര്യത്തിൽ കിടാറാ എന്താവില്ല ചെന്നിട്ടു ഭയാത്തൻ ചാവ് ടൈമിലും ബഹുനായും ഉറങ്ങിയ ടൈമിലും അല്ലെങ്കിൽ അയ്യത്യവും ബോസുന ഗുഹ ടൈമിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അതാവ് വരലാൻ വിചാരിക്കിടാറാ. അപ്പൊ അമീനു മക്കളല്ല അള്ളാഹുടെ ആദാബ് വന്നില്ലാണ്ട് ധൈര്യത്തോട് കിടക്കിടാറാ. അള്ളാഹുടെ അതാബ് വരലാച്ചെന്ന് ധൈര്യത്തിൽ ജീവിക്കരുത്. നഷ്ടപ്പെട്ട കൂട്ടർ മാത്രമായിരിക്കും. അള്ളാഹുടെ പേടിയുള്ളത് എപ്പോഴും ഏത് ടൈമിലും അതാബുടെ സാധ്യതകളുടെ പേടിയോടുകൂടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നെമ്മതിയുണ്ടോ സൗഹാർദ്ദമുണ്ടോ ചോദിട്ടോ ഒരിക്കലും അള്ളാഹുടെ മറന്നിട്ട് ആ നിയമത്തെ ഉപയോഗിച്ച് ഹറാമിന്റെ പുറത്തിൽ പോവണ്ട. അത് ആയത്തെ ബലാലുകൾക്കും ബറക്കത്തില്ലാണ്ടാവും, മുസീബത്ത് കാരണമായിരിക്കുള്ളൂ. സഹോദരങ്ങളെ, ഞങ്ങളെ പറഞ്ഞുണ്ട് തന്റെ പിന്നായി ഭക്തസമുണ്ട് അയ്യാവില്ല ന്യായ സമാവുണ്ട് ഒരൗത്തുര ബറക്കത്ത് റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലി നരകരകൾ റായങ്ങൾ കൈറായങ്ങൾ കിട്ടരുത് ഒരൗത്തുര ബറക്കത്താണ്. ഒരൗത്തുരെ അപ്പശക്കുനായിരിക്കരുത്, ഒരൗത്തുക ബറക്കത്തില്ലാണ്ടാക്കുന്ന വിഷയമായിരിക്കരുത്. ചുറ്റുഭാഗത്തെ ആൾമാർ ബെടത്തായി ബണ്ട്. അപ്പൊ ചുറ്റുഭാഗത്തെ നിരക്കരങ്ങളിൽ ആൾമാർ ബെടക്കായി കൊണ്ടത് അത് ഞങ്ങൾക്ക് അപ്പശക്കുണ ബണ്ട കാര്യമാണ്. നിങ്ങളെ റായബടയണ ഒരു കുടുംബം നല്ലാവണം, അവങ്ങൾ നല്ലാവണം. ഞങ്ങൾ അവ ഇസ്ലാമികമായ അവാക്ക് വേണ്ടി ശ്രമിക്കണോ, അവർക്ക് ഇബാദത്ത് നടക്കണോ, അവർക്ക് ഖുർആനോത്ത് നടക്കണോ, അവർക്ക് മക്കളെ മുടിയെടുക്കുമ്പോ ഡ്രസ് വാങ്ങുമ്പോ മുണ്ടുമ്പോ മൊബൈൽ യൂസ് ആക്കുമ്പോ ടി വി വീക്കുമ്പോ ഒരിക്കലും ഇസ്ലാം വിരുദ്ധം കടക്കാതെ പോലെ ശ്രമിക്കണോ. മൊബൈൽ പാട്ടി വീശിക്കാവുക, മൊബൈലിൽ നോക്കുന്നത് പിച്ചനാവുക, മക്കളുമായി പണ്ടിൽ ബടക്ക് പറച്ചലാവുക, അബ്ബവും നിസ്കാര കലാക്കളാവുക, സുബഹ നിസ്കാര കലാക്കളാവുക, ഖുർആനില്ലാത്ത അവാവുക. ശൈത്താന്റെ ആഹാരമായിട്ട് നടത്താക്കി തിരുവാട്ട് ഹറാമായ ആഹാരം, കൊടുക്കുന്ന ഡ്രസ് ഹറാമായ ആഹാരം, പാട്ടുകളും മ്യൂസിക്കുകളും പിക്ചറുകളും ബെടക്കത്തരങ്ങളും ബെടക്ക പർശലുകളും അവ നിറഞ്ഞെങ്കിൽ അവ ബെടക്കേറ്റ് അവ ബെടക്കാവുമ്പോ കുടുംബ ബെടക്കേറ്റ് കുടുംബ ബെടക്കാവുമ്പോ മീനിങ്ങളെ പരിശുദ്ധമായ ദീൻ ഇന്നൊരാളെ ഹൈർ വയസ്സും ചൊല്ലി പരിശുദ്ധ പെരുന്നാൾ പിരിസാക്കുന്ന ചൊല്ല പരിപാടി പെരുന്നാളായിരിക്കും. അതേ പെരുന്നാൾ ആചരിക്കുന്ന മുസ്ലിമീങ്ങളുടെ ദീൻ ചൊല്ലു അദ്ദീനു അന്നസ്വീക. ദീനിൽ ചൊന്നെങ്കിൽ ഇന്നത്ര ആൾമാരുടെ ഹൈർ ഉദ്ദേശിക്കണം. ചൊമ്മേല ഹൈർ അതിൽപ്പെട്ട ഒന്നാണ് ആമ്മത്തുൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ എല്ലാവരും ഹൈർ ഉദ്ദേശിക്കുന്നത് ഇമാദുദ്ദീൻ, ദീനിന്റെ അടിത്തറമാണ്. ഹൈർ ഉദ്ദേശിക്കുന്നത് എന്തിനെ അതന്നല്ലേ പെരുന്നാൾ പിരിസപ്പാട് പരിപാടി. എന്തിനാ ഈ പിരിസപ്പാട് ഹൈർ ഉദ്ദേശിക്കണേ? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പരിപാടി അങ്ങനെ ദുനിയാവ് ആഖിറത്തെ വിജയം ആഗ്രഹിക്കണോ. ഞങ്ങളെ മാത്രല്ല, ഞങ്ങളെ കുടുംബ, ഞങ്ങളെ നിരക്കര, ഞങ്ങളെ റായത്തെ എല്ലാവരും ദുനിയാവ് ആഖിറ വിജയം ഞങ്ങളെ മനസ്സിൽ പറഞ്ഞു.
ഉപകാരമാക്കണം, ഉപദ്രവം തടയുള്ളൂ. ആയിട്ടില്ല, പൈസ കൊടുക്കാൻ കഴിയില്ല, എന്തെങ്കിലും ഹെൽപ്പൊക്കെ പോയെങ്കിൽ മാത്രമയ്യായില്ല. ശരീരപ്പ് കൊണ്ടില്ലാത്ത ഉപദേശാലിക്ക് സമാപ്തം. ഈ ഉപദേശമാണെന്ന് ചൊല്ലല് വെറും ഉസ്താദുമാർ മാത്രം ചെയ്യുന്നതല്ല, കുടുംബമല്ലാവും റായനല്ലാവും റായത്തിൽ വർഗത്തിൽ വിളയുള്ളൂ. എന്തെങ്കിലും ദീനനുസരിച്ച് റായ പോകണം എന്നെങ്ക വെറും ഉസ്താദമാരെ വാഴ മാത്രം വയ്യാവലെ പരിശുദ്ധമായ എല്ലാവരും നല്ലാവരും ചൊല്ല ഭയക്ക ഞങ്ങളുടെ മനസ്സിൽ പറഞ്ഞു. ഞങ്ങൾ ചിന്തിക്കോ, ഓരോരുത്തരും അവന്റെ പിരിസാക്കടെ അവന്റെ ചങ്ങായിമാർ അവൻ ചെന്ന പോലെ കേൾക്കടെ ഒരു കൂട്ട ഏത് വ്യക്തിയുടെ മട്ടേക്ക് പുറത്തോട്ട് 5 10 5 ഓണ്ട് ഹിംബാലിസിലെ ഓണ്ട് പിരിസാക്കടെ ഓണ്ട് ബന്ധത്തിൽ ഇവന്റെ തമ്മാന്റെ മുട്ട് മാറിക്കും. അങ്ങനെ നിൽക്കുമ്പോ അങ്ങനെ എന്ത് യൂസ് ആക്കണോ, ഞങ്ങളെ പിരിസപ്പാട്, നിങ്ങളെ അധികാരങ്ങൾ നേരുള്ളെങ്കിട്ട് അങ്ങനെ ഒട്ടുള്ളെങ്കിട്ട് ആ ഹാൻഡ് എന്ത് യൂസ് ആക്കണോ, വെറും ടൈം പാസ് ആക്കുക വേണ്ടിയിട്ട്, വെറും ചുത്തക വേണ്ടിയിട്ട്, ബൈക്കില കാറില അല്ലെങ്കിൽ ഒരു ജാഗയിൽ വെച്ച് പഞ്ചാരിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ദുനിയാവുടെ ആവശ്യത്തിന് മാത്രം സീമിതാവുക. ഞങ്ങളെ ബന്ധങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കണം. ദുനിയാവുടെ ഹൈർ മാത്രമല്ല, ആഖിറത്തെ ഹൈർ. ഒരു റായനല്ലാവണ റായത്തെ വെറുതെ വേണം. ഞങ്ങളെ ചങ്ങായിമാർ ഞങ്ങളെ അണ്ടറിലുള്ള ഇബാദത്തിന് പേരണാക്കണോ, പള്ളികൾ വിളിച്ചു പറഞ്ഞോ, ജമാഅത്തിൽ വിളിച്ചു പറഞ്ഞോ, വാഴ മജ്‌ലിസിൽ ദൈവാടണോ, സ്വലാത്ത് മജ്‌ലിസിൽ വിളിച്ചു പറഞ്ഞോ, ദിക്ർ മജ്‌ലിസിൽ ദൈവാടണോ, ഇങ്ങനെ നന്മക്ക് പ്രേരണ ആക്കണോ. അതാണ് പിരിസപ്പാട്. അതൊക്കെയാണ് യഥാർത്ഥ പിരിസാക്കളുടെ. അതാണ് ഏറ്റവും വലിയ നസീഹത്ത്. ഒരു മനുഷ്യരെ കൊടുക്കൂടെ ഏറ്റവും വലിയ നസീഹത്ത് അതാണ്. ബഹുമാനപ്പെട്ട വലിയ തസവ്വുഫുടെ മശായിഖായികളെ ഹദ്ദാദി ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലു, ഒരു മനുഷ്യ ഇനൊരുത്തൽ ഹക്കാണ്, ഒരു മനുഷ്യന്റെ ബാധ്യതയാണ് ഇനൊരുത്തരെ നല്ലാക്കടെ. ഒന്നാമതുകൊണ്ട് തടിക നല്ലാക്കണം, ഫർളുകളും സുന്നത്തുകളാക്കിയിട്ട് ഹറാമുടെ ദൂരത്താക്കിയിട്ട്. രണ്ടാമതുകൊണ്ട് പെഞ്ഞായി മക്കളെ നല്ലാക്കണം. അതിൽ പിന്നെ അവന്റെ മുട്ടത്തെ നിരക്കരടകൾ നല്ലാക്കണം. അതിൽ പിന്നെ ഉസ്താദ്മാരെ മാത്ര ബാധ്യതയല്ല. ബഹുമാനപ്പെട്ട ഹദ്ദാദി ഇമാം തന്റെ ദഅവത്തുൽ താമ്മാത്തിന്റെ കിതാബിൽ ചൊല്ലിയ വിഷയമാണ് റായത്തെ ആൽമാർ. അവന്റെ റായത്തെ ആൽമാർ നല്ലാക്കണോ, അങ്ങനെ ബടക്കത്തരത്തിൽ നിന്ന് ദൂരത്താക്കണോ. ഹബീബുനാ റസൂലുള്ളാഹി ചൊല്ലെ ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. നിന്റെ കൊണ്ടിട്ട് ഒരാളുടെ നീ നല്ലാക്കണമെങ്കിൽ നിന്റെ കാരണത്താൽ ഒരാളൊരു തപ്പിൽ നിന്ന് ദൂരത്തായി വേണ്ട, നിന്റെ കാരണത്താൽ ഒരാൾ ഹറാമിൽ നിന്ന് ദൂരത്തായി വേണ്ട, നിന്റെ കാരണത്താൽ ഒരാൾ ഗാഞ്ചയിൽ നിന്ന് പുറത്തു വേണ്ട, അതുപോലെ നിന്റെ കാരണത്താൽ പെണ്ണുമക്കളെ ബെടക്ക് ബന്ധത്തിൽ നിന്ന് പുറത്തു വേണ്ട, ഗെയിം കളിയിൽ നിന്നിട്ടും ഹറാം ബിസിനസ്സിൽ നിന്നും പുറത്തു വേണ്ട. എങ്കിൽ ദുനിയാവുള്ള സർവ്വ സ്വത്തുകളെ കാണ്ടി, നിന്റെ കൃഷിയെ കാണ്ടി, നിന്റെ ബിസിനസിനെ കാണ്ടി, നിന്റെ സർവത്തെ കാണ്ടി ഏറ്റവും വലിയ നിന്റെ ഖൈർ നിന്റെ കൊണ്ടിട്ടു ഒരാള് നല്ലാവുതായിരിക്കണേ. അതൊക്കെ ശ്രമിക്കും സഹോദരങ്ങൾ. എല്ലാം നല്ല മോശമുള്ള കാലാണ്. എല്ലാവർക്കും ഒഴിമ പരിപാടിയുള്ളൂ, എല്ലാവർക്കും ഒഴിമടാറായിട്ട് പറഞ്ഞു. ഒരായ നല്ലാവണ കുടുംബം നല്ലാവണം, കുടുംബം നല്ലാവണ കുടുംബത്തിന് നേതാവും നല്ലാവണം. ഒരബ്ബ മക്കളെ എല്ലാ വിഷയത്തിലും വേണം. വെറും പെഞ്ഞായി മക്കൾ ഡ്രസ് കൊടുക്കുകയോ അല്ലെങ്കിൽ പെഞ്ഞായി മക്കളെ ചെലവ് നോക്കുകയോ ചുറ്റുപാടവോ അതൊക്കെ മാത്രം ഒരിക്കലും അബ്ബ സീമിതാവുകയില്ല. അവന്റെ മക്ക പെഞ്ഞായി മക്ക കുടുംബ ശൈത്താന്റെ ദാസന്മാരാവാണ്ടിക്കുകയോ ഹറാമുടെ ബടക്കട ആളാവാണ്ടിക്കോ വേണ്ടി ശ്രമിക്കരുത്. അബ്ബയുടെ ബാധ്യതയാണ്. ഒരു ഉമ്മ ഔത്ര വിഷയത്തിൽ ആക്റ്റീവ് ഉമ്മക്ക് വേണോ, മനസ്സിലാക്കണോ. ഉമ്മയുടെ ആക്ടിവിറ്റി ആഹാരം ഉണ്ടാക്കണേ, തരതരങ്ങളായ ആഹാരം ഉണ്ടാക്കണേ, അവക്കീനാക്കണേ. അതൊക്കെ മാത്രം സീമിതാവുക തീരാ. മക്കളെ ദീന്റെ വിഷയത്തില് മക്കളെ എന്തായിരിക്കട്ടെ ആഖിറ വിഷയത്തിലും വിരോധത്തിലും ഉമ്മക്ക് വലിയ ഹാൻഡ് ഉണ്ടോ. റബ്ബുടെ വഴിപാട്, ഖുർആനോദുൽ വഴിപാട്, നിസ്കരിക്കുക പ്രേരണാവണം, മക്കളെ ഈമാൻ യാറാക്കുക പ്രേരണാവണം, മക്കൾക്ക് നല്ല നല്ല വാഴ വെച്ച് കൊടുക്കണം, മക്കൾക്ക് ദിക്റിന് വഴിപാടണം, മക്ക ബെടക്കുമുണ്ടുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ആ ബെടക്ക് നിപ്പാക്കണം. ഇങ്ങനെ ഞങ്ങളെ മക്കളെ ഹറാമിൽ നിന്നിട്ട് ദൂരത്താക്കിടെ ചൊല്ലത് അത് വലിയ വിഷയമാണ്.
ഒരു സംഭവം കൂടി ചൊല്ല തുടങ്ങി നിങ്ങളെ കാത്തോണ്ടുള്ള ബാധിച്ചുകൊണ്ടല്ല ഇത് ആൾമാർ ഒരു ചെമ്മ വറവുണ്ട് വേഗ ചുറ്റുഭാഗത്തുള്ള വറവും നിസ്കാരം നിങ്ങൾക്ക് തുടങ്ങണം 8 ഗಂಟೆയാണ് ഉദ്ദേശിച്ചത് ഞങ്ങളുടെ 7:30 വന്നിട്ടുള്ള നിങ്ങളാണ് പണ്ടാറ് ആയത്ര വേഗ വരും അപ്പൊ ചുരുക്കി ചെന്നിട്ടായെങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ഒരു അബ്ബ വന്ന് ചൊല്ലു ഖലീഫ എൻ്റെ മോനെ കുപ്പദ്രാക്കട എൻ്റെ മോൻ നാ ചൊന്ന പോലെ കേൾക്കില്ല എൻ്റെ അപ്പമാർ അതേ പോട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു അബ്ബ ചൊല്ലു മോൻ ചൊന്ന പോലെ കേൾക്കില്ല പറയില്ല വെടക്കിലിക്കട ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ വെളിവായിട്ട് മോൻ ബാവടെ ഭാരി ജോറാക്കി അബ്ബ ചൊന്ന പോലെ കേൾക്കില്ല ഉമ്മ ചൊന്ന പോലെ കേൾക്കില്ല പിടുത്തത്തിലില്ല എന്നറിയാനായി അപ്പ ആ മോൻ ഖലീഫറൊട്ടിക്ക് ഒരു ചോദ്യം കേൾക്കണ അലൈസൽ വലദി ഹുഖൂഖുൻ അല അബീഹി അല്ല ഖലീഫ അബ്ബക്ക് കുറെ ബാധ്യതയില്ലേ മക്കളൊക്കെ അപ്പൊ ഇവിടെ നോക്കണം അബ്ബക്ക് ബാധ്യത എന്തിനെ അബ്ബക്കില്ല ഉണ്ടോ അത് എന്തിനും അപ്പ ഖലീഫ ചൊല്ലോ മക്കളെ പേര് നല്ലാക്കണോ മക്കളെ നല്ല സ്വഭാവത്തിൽ വിളിച്ചണോ മക്കൾക്ക് കിതാബ് വഴിപാടണോ ഖുർആൻ വഴിപാടണോ ദീൻ വഴിപാടണോ ദീനിൽ വിളിച്ചണോ അപ്പ ഈ മോൻ കേൾക്കട്ടെ പ്രചലത്തിന്റെ മോൻ ഖലീഫ എൻ്റെ അബ്ബ ഇതൊന്നും നക്കാക്കിയിട്ടില്ല എൻ്റെ പേര് സമാജ പേര് വെച്ചിട്ടില്ല ഹുൻഫുസാദിന്റെ പേര് വെച്ചിട്ടില്ല എൻ്റെ പേര് കേൾക്കണം അല്ലാഹുവേ സാദരട്ടോ ഒരുപാട് കേൾക്കടാ അർത്ഥം സമയമില്ല രണ്ടാമത് കേൾക്കാൻ വേണ്ടി കേൾക്കണം അതും സമയമില്ലെങ്കിൽ മൂന്നാമത് കിട്ടിയ 8 കിട്ടിയ ഒരു പേര് ഞാൻ അനുഭവിച്ചത് ചെയ്യാം ഉടനെ ചുറ്റുഭാഗത്തിൽ നാട്ടിൽ കിട്ടിയ പേര് ഒരു തീരെ അർത്ഥമില്ലാത്ത പേര് ഒന്നാമത് മക്കളെ പേര് സമാക്കണം രണ്ടാമത്തെ വിഷയമായിട്ട് എൻ്റെ അബ്ബ നക്ക് ദീൻ പരിപാടിയില്ല നക്ക് നല്ലതിനെ പ്രവർത്തനം പോകണം പരിപാടിയില്ല അപ്പ അബ്ബനെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ജീത്ത തഷ്കു ഹുഖൂഖ ഇബ്നിക മോന്റെ സ്വഭാവം അല്ല മോൻ അപ്പൂമ്മ പോലെ കേൾക്കില്ല എന്ന് ചൊല്ലുന്നതല്ലേ വഖദ് അഖത്തഹു നീ മോന്റെ ഉപദ്രവിക്കേ അബ്ബടെല്ലാം ഉപദ്രവിക്കേ അർച്ചനാപ്പുറം ഇന്നത്തെ അപ്പമാർ അർച്ചനാപ്പുറം മക്കളെ ബുദ്ധി സമയമില്ല മക്ക ഗെയിമിടെ വരുന്നുള്ളാറ് മക്ക അതിനെ ഇതിന് വരുന്നുള്ളാറ് മക്ക വെള്ളഞ്ഞുകൊണ്ട് വരുമ്പോൾ മുടിയിൽ നീ ശരിയിൽ സമാക്കേ ഡ്രസ്സിൽ ശരിയിൽ സമാക്കേ ഒളിമ്പ കണ്ടിൽ പിന്നെ 8 കണ്ടിൽ പിന്നെ ആ ബീജി സുത്താടുമ്പോ ആ അങ്ങനത്തെ ബൈലുകൾ നിൽക്കുമ്പോൾ നീ വിളിച്ചുണ്ടേ പള്ളിക്ക് കൊണ്ട് വീശുന്നേ പള്ളിക്ക് കൊണ്ടാണ് ഹാജരാമീനെ നോക്കിയില്ല 12-13 വയസ്സാകുമ്പോൾ വിട്ടുവിട്ടാൽ എൻ്റെ മോൻ ഉണ്ടാവില്ല എൻ്റെ മോൻ നല്ല മോൻ നോക്കുവേ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു നിന്റെ മോൻ വെടക്ക് ചെന്ന് ചൊല്ലുവന്നല്ല നീനാണ് മോന്റെ വെടക്കാക്കിയേ മോൻ നിന്റെ വെടക്കാക്കിയല്ല വാസൽത ഇലൈഹി ഖബല അൻ യുസീ ഇലൈക നിക്കൗ ഉപദ്രാകരങ്ങൾ നീ ഉപദ്രാക്കിയ നിക്ക് എതിരായിട്ട് നിന്റെ തിരിഞ്ഞുകൊണ്ടുള്ള നീ സ്വന്തം പോലെ കേൾക്കില്ല നിന്റെ സ്വത്ത് തിരിഞ്ഞുകൊണ്ടുള്ള നിക്ക് ഉപദ്രാക്കിക്കൊണ്ടുള്ള പക്ഷെ നീ കൊണ്ടാടാക്കിയിട്ട് നീ ചെറിയ പ്രായത്തിൽ ഉപദ്രാക്കിയ ദീന്റെ വെറുപ്പിൽ പോകാടില്ല ദീൻ പടിപാടില്ല പള്ളി കിടത്തില്ല അതാണ് നിന്റെ ഏറ്റവും വലിയ ഫോട്ടോ ചൊന്ന വിഷയ ഇന്നത്തെ ചൊമ്മത്തെ അപ്പമാർ അക്ഷരാർത്ഥത്തിലുള്ള സത്യമല്ലേ സഹോദരങ്ങളെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ലാ യൽഖാ നഫ്സഹു ലാ യൽഖാ അല്ലാഹ അഹദുൻ ബിദംബിൻ ഒരു മനുഷ്യ അല്ലാഹുവിന്റെ ഒരു ദോഷം കൊണ്ട് കണ്ടെത്തിക്കില്ല ഏറ്റവും വലിയ ദോഷം അല്ലാഹുവിനെ കാണാൻ പോകുമ്പോ അല്ലാഹുവിനെ വിട്ട വലിയ ദോഷമായിട്ട് അല്ലാഹു തആല കാണേണ്ടതുണ്ട് മിൻ സഹാലത്തി അഹ്ലിഹി കുടുംബത്തന പെഞ്ഞായി മക്ക കുടുംബ ജാഹിലായി പോയാൽ ഇൽമില്ലാണ്ട് പോയാൽ ദീന്റെ വിഷയിലാണ് ഗുണ്ടില്ലാണ്ട് പോയാൽ ഇതിലത്ര വലിയ ദോഷം ഒരു അബ്ബക്ക് കാര്യമില്ല ഏറ്റവും വലിയ ദോഷമായിട്ട് ഹബീബുനാ റസൂലുള്ളാഹി ബിറുൽ വലദി അലൽ വാലിദി വാജിബുൻ ഒരു അബ്ബയുടെ ബാധ്യതയായിട്ട് മോടും നന്മാക്കണോ ഞങ്ങൾ പഠിച്ചില്ല അബ്ബകും ഉമ്മക്ക് നന്മാക്കണുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട ഹബീബ് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഒരു അബ്ബക്ക് ബാധ്യതയുണ്ട് മോടും നന്മാക്കൂ ബിതഅലീമിഹി അവർക്ക് പടിപാടുണ്ട് തർബിയത്തിഹി അവരുടെ ദീനിൽ വെളിച്ചിട്ട് അബ്ബയുടെ ബാധ്യതയായിട്ട് എവിടെ പോയിട്ട് സഹോദരങ്ങൾ ഇതല്ലേ ഇന്ത്യ കുറഞ്ഞുകൊണ്ടുള്ളേ ഇതല്ലേ ഇന്ത്യ ഇല്ലാണ്ടായോണ്ടുള്ളേ ചങ്ങായി പാടുണ്ട് അച്ഛൻ പീണ്ട് പിറന്നാള് നല്ല നാള് തിരുസാക പടിമാട്ടിയ നാള് പക്ഷേ നാ ചൊന്നോക്കുന്ന വിഷയ റായ നല്ലാവണോ കുടുംബം നല്ല വറക്കത്താവണോ റായ വറക്കത്താവണോ റായത്ത് പേര് പറഞ്ഞു കുടുംബത്തിന് പേര് പറഞ്ഞു എല്ലാം പറഞ്ഞു പക്ഷേ ഇത് വർണ്ണ പരിശുദ്ധ ഖുർആൻ പരിപാടി കൊണ്ടുള്ള ബറക്കത്ത് കിട്ടണ തഖ്വ വേണോ
തഖ്വ വേണം, എല്ലാവരും ദീനനുസരിച്ച് നടക്കണം, ദീനനുസരിച്ച് എടുക്കണം, ഇൽമു വേണം. അപ്പോ പിരിസപ്പാട് ചെന്നെങ്കിൽ വെറും ഇങ്ങനെ കണ്ടപ്പ കൊണ്ടാടുന്നതും ഒട്ടിയെ ചുറ്റുന്നതല്ല. ഞങ്ങളെ പെഞ്ഞായ മക്കളുടെ ഇൽമോടി മാത്രമേ ദീനിൽ കളിച്ചത് ചങ്ങായിമാറും നിറകരടകം ദായത്തന എല്ലാരെയും നല്ലാക്കട്ടെ. അത് വെറും ഉസ്താദിന് മാത്രം അയാൾക്ക് സീറ്റല്ല മനുഷ്യ മനുഷ്യന്റെ ബാധ്യതയായിരിക്കരുത്. അവിടെ എല്ലാവരും നല്ല തെരുവത്ത വരണോ, അവിടെ ഇഷ്ടപ്പെട്ട നല്ല തെരുവത്ത വരണോ. ഇത് ഒരു മനുഷ്യന്റെ ബാധ്യതയായിരിക്കരുത്. ഇതാണ് ഇത് പറഞ്ഞു വന്നോണ്ടല്ലേ, ഇതാണ് നാശത്തുള്ള കാരണം, ഇതാണ് രായ വർഗത്തില്ലാണ്ടാവുള്ള കാരണം. കുടുംബം ഇന്റെ കുടുംബങ്ങൾ എന്തായിരിക്കരുത്, നല്ല എന്തായിരിക്കരുത്. കുടുംബ സംഗമങ്ങൾ യാറായതുകൊണ്ട്, കുടുംബ സംഗമങ്ങൾ യാറായതുകൊണ്ട് അല്ലെ, എത്ര കുടുംബ കൂട്ടങ്ങൾ യാറായതുകൊണ്ട് ഫാമിലി മീറ്റ്. അപ്പോൾ ഈ ഫാമിലി മീറ്റ് എല്ലാം വേണം, ഹെൽപ്പ് എല്ലാം വേണം. വലിയ ഹെൽപ്പു അങ്ങനെ ദീനിൽ ಬೆಳೆಸೋಣ, സുന്നത്ത് ജമാഅത്തിൽ ಬೆಳೆಸೋಣ, തഖ്വത്തിൽ ಬೆಳೆಸೋಣ. ഇതിരത്ര വലിയ ഫാമിലി മീറ്റ് ആരില്ല. ഇതാണ് കുടുംബത്തെ ബർക്കത്തുള്ള മെയിൻ കാരണം. അങ്ങനെ വെളിച്ചം കുടുംബത്തിൽ പിന്നെ മങ്ങിലാവാത്ത പെൺമക്കൾ അവയില്ലാത്ത പെൺ ആവിക്കല എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് കൊടുക്കും. ആണെന്നല്ലേ ഇങ്ങനെ തഖ്വത്തിൽ വിളഞ്ഞ് ബർക്കത്ത് അള്ളാഹു മസ്ജിദുണ്ട്. അള്ളാഹു ഈ പരിശുദ്ധമായ പെരുന്നാൾ ഞങ്ങളെ ഔത്തരല്ല, ഞങ്ങളെ സംസ്കൃതനല്ലാക്കൂ, ഞങ്ങൾ ഔത്തരനല്ലാക്കൂ, ഞങ്ങൾ പിരിസപ്പാട് ആരട്ടെ പിരിസാക്കട ഞങ്ങളെ ചമ്മ പിരിസാകും, അങ്ങനെ ദീനിയായി വെളസുകൊണ്ടൊരു ബോധതറവുള്ള പെരുന്നാളായിട്ട് അള്ളാഹു ആക്കി തീരുമാനമാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിസ്കാരത്തിൽ പ്രവേശിച്ചുകൊണ്ടുള്ള പെരുന്നാൾ നിസ്കാരം എല്ലാവരും ഒന്നിക്കും. എന്നാലും സന്ദർഭത്തെ അയൽമായതുകൊണ്ട് നെനപ്പാക്കിയുള്ള ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാര ജണ്ടറക്കാത്തായിട്ട് അള്ളാഹു താലാക്ക് വേണ്ടിയിട്ട് ഇമാമോട് കൂടെ നാം നിസ്കരിക്കടാച്ചൊന്നിട്ട് കൈകെട്ടേ. ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാര ജണ്ടറക്കാത്തായിട്ട് അള്ളാഹു താലാക്ക് വേണ്ടി ഇമാമോട് കൂടെ നാം നിസ്കരിക്കടാച്ചൊന്നിട്ട് കൈകെട്ടേ. വജ്ജഹ് തോതര് തക്ബീറത്തുൽ ഇഹ്റാമിൽ പിന്നെ വജ്ജഹ് തോതര്, അതിൽ പിന്നെ 7 തക്ബീറും മഅ്മൂമിങ്ങളും ജോറായിട്ട് ചൊല്ലും. തക്ബീർ ചൊല്ലുമ്പോൾ കൈ ഉയർത്തരുത്. എല്ലാ 2 തക്ബീറിന് നടുവ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചൊല്ല്. ദിക്ർ ചെറിയ ശബ്ദത്തിൽ, അത് ജോർ ചൊല്ലില്ല. ഇമാം ഫാത്തിഹ ഓതുമ്പോൾ ഉണ്ടാണ് ദിക്ർ. ഇമാം സൂറത്ത് ഓതുരെ ആ ടൈമിലുള്ള ഗ്യാപ്തന്റെ ടൈമിൽ ഫാത്തിഹ ഓതുരെ. പെരുന്നാൾ കൊണ്ട് ധാരാളം നേട്ടങ്ങൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോരുത്തരുടെ ഹലാലായ ഉദ്ദേശം ഹാസിലാകും ഈ നാൾ കാരണമാക്കി തരുമാറാകട്ടെ. ഓരോരുത്തരുടെ ബലാലുകളും മുസീബത്തുകൾ തട്ടിനുറത്താവുക ഈ നാൾ കാരണമാകട്ടെ. നാളെ റായ ബർക്കത്താവുക, നാളെ കൃഷി ബർക്കത്താവുക, നാളെ റായത്താൽമാരെ സ്വറനല്ലാവുക, പെൺമക്ക വാണ്ടി കിട്ടുക, അതുപോലെ റായത്തിൽ ബർക്കത്ത് ചെയ്യാറാവുക. ഈ നാളുകളും ഈ നാളിന്റെ പിരിസപ്പാടുകളും അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. അഖില ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. അസ്സലാത്തു ജാമിഅ. ബിസ്മില്ലാഹ്.